ഉളിയന്നൂരിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളിലെ വളവുകളിലാണ് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നത്. ഉളിയന്നൂരിലെ ചായക്കട കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി. എത്രയും പെട്ടെന്ന് അധികാരികൾ മേൽനടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം തീർക്കുമെന്ന് വാർഡ് മെമ്പർ സിയാദ് പറമ്പത്തോടത്ത്. ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി 9 മാസത്തിലേറെയായി ഉളിയന്നൂരിൽ 99% റോഡുകളും പൊളിച്ചിട്ട് ഈ ഭാഗത്തെ വളവുകളാണ് ബൈക്ക് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഉളിയന്നൂരിലെ ചായക്കട കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് റോഡിന്റെ ഇരുവശവും ക്ലീൻ ചെയ്തു. ചായക്കട കൂട്ടായ്മ പ്രസിഡന്റ് ഗോപിയുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ സിയാദ് പറമ്പന്തോടത്ത് റോഡ് ക്ലീനിങ്ങിന് തുടക്കം കുറിച്ചു. എത്രയും പെട്ടെന്ന് അധികാരികൾ മേൽനടപടി സ്വീകരിച്ചു ജനകീയ പ്രതിഷേധം തീർക്കുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ജലമിഷൻ പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം 9 മാസത്തോളായി. ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെയധികം ആക്ഷേപങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തൊരു പ്രദേശമായിരുന്നു. കിണറുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശമായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ ആരംഭിച്ച ജലമിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ച് പൈപ്പുകളൊക്കെ സ്ഥാപിച്ചു. പക്ഷേ അതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കൃത്യമായി ഇടപെട്ട് അതിൻ്റെ കോൺട്രാക്ടർമാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാത്തത് കാരണം വളരെയധികം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണുകളൊക്കെ കൂട്ടിയിട്ട് വളവുകളിലൊക്കെ നിരന്തരം സ്ത്രീകളും കുട്ടികളുമൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ്. വിദ്യാർത്ഥികളൊക്കെ പോകുന്ന പ്രദേശമാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുള്ള സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾ 2 വീലറുകളൊക്കെ വന്ന് അപകടപ്പെടുന്ന സ്ഥിരം അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അടുത്തൊരു സുഹൃത്ത് വന്ന് കൈ പൊട്ടി. അതുപോലെ തന്നെ അതിനു മുമ്പ് ഏലൂക്കര പ്രദേശത്തുള്ള ഒരാൾ വന്ന് വീണ് കൈയൊടിഞ്ഞ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരും ഇതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി എൻ്റെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കൃത്യമായിട്ട് നടത്തണം എന്നാണ് പറയാനുള്ളത്. കൂട്ടായ്മ സെക്രട്ടറി അൻസാരി, അംഗങ്ങളായ സുലൈമാൻ, മമ്മദ്, കുഞ്ഞു മുഹമ്മദ്, സജിൻ, സൽമോൻ, അസീസ് പള്ളത്ത്, പൊതുപ്രവർത്തകരായ അബ്ദുൾ അസീസ് താഴ്ശ്ശേരി, രാജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.